ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പൗഡർ മാത്രം യൂസ് ചെയ്തിട്ട് സുന്ദരിയായിട്ട് എങ്ങനെ ഒരുങ്ങി പോകാം എന്നതാണ്. അപ്പോൾ ഞാനിതിൽ ചെറിയ ചെറിയ ടിപ്സൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. മേക്കപ്പ് ഒന്നും ഇടാൻ ഇഷ്ടമല്ല, പൗഡർ മാത്രമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കണ്ട, വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് എന്നും പറയുന്നത് പോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ മുഖത്തിപ്പോൾ ഒന്നുമില്ല, ഞാൻ മുഖം കഴുകിയിരിക്കുകയാണ്. ഹെയർ ബാൻഡൊക്കെ വെച്ച്, അല്ലെങ്കിൽ മുടി മുഖത്ത് വീണുകൊണ്ടിരിക്കും. ഹെയർ ബാൻഡ് വെച്ചിട്ട് തന്നെ മുടി മുഖത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് ഹിമാലയ ബേബി പൗഡറാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ടാൽക്കം പൗഡർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഒരുപാട് പേർക്ക് മേക്കപ്പ് ഒന്നും ഇടാൻ ഇഷ്ടമല്ല. അങ്ങനെയുള്ളവർക്ക് പൗഡർ യൂസ് ചെയ്യുന്നത് നല്ല രീതിയിൽ ഒരുങ്ങിയിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഏതൊരു പൗഡർ ആണേലും യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? മോയ്സ്ചറൈസറോ സൺസ്ക്രീനോ അപ്ലൈ ചെയ്യണം. സൺസ്ക്രീൻ നമ്മൾ വെയിലത്ത് പോകുന്നത് കൊണ്ടാണ് അപ്ലൈ ചെയ്യുന്നത്. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഫേസ് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ മോയ്സ്ചറൈസർ ഇല്ലെങ്കിൽ ഒരു അലോവേറ ജെല്ലോ മറ്റോ അപ്ലൈ ചെയ്താൽ മതി. വെയിലത്ത് പോവുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമല്ലോ. ഇപ്പോൾ എന്തായാലും ആരും സൺസ്ക്രീനൊന്നും അപ്ലൈ ചെയ്യാതെ പുറത്ത് പോകാറില്ല. അങ്ങനെ ചെയ്യാം. അതിന് ശേഷം മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന യൂസ് ചെയ്യുന്ന പൗഡർ എടുക്കാൻ പാടുള്ളൂ. എൻ്റെ കയ്യിലിപ്പോൾ ഇവിടെ ബേബി പൗഡറാണുള്ളത്. പൊതുവേ ഞാൻ ടാൽക്കം പൗഡർ അങ്ങനെ യൂസ് ചെയ്യുന്ന ആളല്ല. ലാക്മീൻ്റെ പൗഡറോ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ലാക്മീൻ്റെ പൗഡറാണ് യൂസ് ചെയ്യുക. ഒരു ലൂസ് പൗഡർ ഉണ്ട്, റോസ് വരുന്നത്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഈ ഒരു വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ടാൽക്കം പൗഡർ യൂസ് ചെയ്തിട്ടാണ് കാണിച്ചിരുന്നത്. അപ്പോൾ മോയ്സ്ചറൈസറിന് പകരം ഞാനിപ്പോൾ യൂസ് ചെയ്യാറ് ഒരു എസൻസാണ്. നിങ്ങൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇത് ന്യൂട്രിഗ്ലോൻ്റെ സൺസ്ക്രീനാണ്. എന്ത് മേക്കപ്പ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലും സ്കിൻ കെയർ ചെയ്യാൻ നിങ്ങൾ നോക്കാം. ഓക്കെ, മേക്കപ്പ് ചെയ്തില്ലെങ്കിലും പൗഡർ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, സ്കിൻ കെയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മളെ സ്കിന്നിന് നല്ല പ്രൊട്ടക്ഷൻ കിട്ടും. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഒരുപാട് അങ്ങനെ പൊട്ടിയൊന്നും ഇഷ്ടമല്ലാത്തവർക്ക്, മേക്കപ്പൊക്കെ ഇട്ടാൽ അലർജി ഉള്ളവർക്ക്, അങ്ങനെ മറ്റുള്ളവർ മുമ്പിൽ ഒരുപാടങ്ങനെ കാണിക്കുന്നത് ഇഷ്ടമല്ലാത്തവർക്ക്, മറ്റുള്ളവർ പറയുന്നില്ല ഒരിത് ചിന്തയിൽ നടക്കുന്നവരുണ്ടാവും കുറേ പേര്, അല്ലെങ്കിൽ സ്വയം ഒരു ചിന്തയിലുണ്ടാവും അങ്ങനെ ഓവറായിട്ട് വേണ്ടാന്ന്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ് ഇത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഞാൻ വെച്ചാൽ എനിക്ക് കുറച്ച് മുഖത്ത് പുട്ടിയൊക്കെ കാണുന്നത് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ടാൽക്കം പൗഡർ യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. ഞാൻ പറഞ്ഞതുപോലെ ലാക്മീൻ്റെ റോസ് പൗഡറൊക്കെയാണ് യൂസ് ചെയ്യാറ്. പോൺസ്, ലാക്മി ഇതൊക്കെയാണ് യൂസ് ചെയ്യാറ്. എനിക്ക് അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ വേറെ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷനാണ് കിട്ടുന്നത്. ഇതിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സാധാരണ ഒരു പൗഡർ യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു പൗഡർ തന്നെ മതിയാവും. നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. നമ്മൾ ഫേസിൽ എന്തിട്ടാലും 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് മാത്രമേ അടുത്ത പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിപ്പോൾ മോയ്സ്ചറൈസർ കഴിഞ്ഞ് സൺസ്ക്രീൻ ആണെങ്കിലും, സൺസ്ക്രീൻ കഴിഞ്ഞ് യൂസ് ചെയ്യുന്ന പൗഡർ ആണെങ്കിലും, ഏതൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുക. നല്ലപോലെ ബ്ലെൻഡാക്കി കൊടുക്കുക. കൈകൊണ്ട് തന്നെ ബ്ലെൻഡാക്കി കൊടുത്താൽ മതി. ഓക്കെ, അതിന് ശേഷം ഞാൻ ബേബി പൗഡർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു ബ്രഷ് കൊണ്ടാണ് ബേബി പൗഡർ അപ്ലൈ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ബ്രഷ് ഇല്ല എങ്കിൽ, ബ്രഷ് ഉണ്ടെങ്കിൽ നല്ലതാണ്, ബ്രഷ് ഇല്ല എങ്കിൽ ഒരു കർച്ചീപ്പ് കൊണ്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ബ്രഷ് തന്നെ വേണമെന്നില്ല. ഇപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ കയ്യിൽ ബ്രഷ് ഇല്ല, എന്ത് ചെയ്യും എന്ന ചിന്തയൊന്നും വേണ്ട. കർച്ചീപ്പ് കൊണ്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനധികം പൗഡർ യൂസ് ചെയ്യാത്തതും കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പൗഡർ ഈ താടീൻ്റെ അടുത്തും മീശൻ്റെ അടുത്തും ഒക്കെ പറ്റി പിടിക്കുന്നത് പോലെ തോന്നാറുണ്ട്. എത്ര ബ്ലെൻഡാക്കിയാലും എനിക്ക് പൗഡറിൻ്റെ ആ ഒരു ഡിസഡ്വാൻറ്റേജസ് ആയി തോന്നിയിട്ടുണ്ട്. എന്താണെന്നറിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പൗഡർ അധികം ഇടുന്നത് ഇഷ്ടമല്ല. പൊതുവേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് മാറ്റി ലുക്കല്ല, ഗ്ലോ ലുക്കാണ്. ഗ്ലോ ലുക്കിൽ നമ്മൾ ഒരിക്കലും പൗഡർ യൂസ് ചെയ്യാറില്ല. പൗഡർ പൊതുവെ യൂസ് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ഫേസിലുള്ള എണ്ണമയം ഒന്ന് തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ്
പൗഡർ യൂസ് ചെയ്യുന്നത്. പൗഡർ യൂസ് ചെയ്യുമ്പോൾ മുഖത്ത് ഇങ്ങനെ എണ്ണമയം പെട്ടെന്ന് തെളിഞ്ഞ് വരുന്നവരാണെങ്കിൽ, എൻ്റെ ഹസ്ബൻഡിൻ്റെ മുഖത്തൊക്കെ അങ്ങനെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ആ പൗഡർ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയുള്ളവർക്കാണ് കൂടുതൽ ഈ പൗഡർ ഹെൽപ്പ് ചെയ്യാം. എന്നെപ്പോലെ ഗ്ലോയി ഇഷ്ടമുള്ളവർക്ക് ഇത് സ്കിപ്പ് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷെ ഞാനിപ്പോൾ പറയുന്നത് പോലെയൊക്കെ ചെയ്താൽ പൗഡർ മാത്രം യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നല്ല രീതിയിൽ ഒരുങ്ങി പോകാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ വർക്കിനൊക്കെ പോകുന്നവരാണെങ്കിൽ എന്തായാലും ഗ്ലോയി മേക്കപ്പ് പ്രിഫർ ചെയ്യില്ലല്ലോ. ഇതുപോലൊരു മേക്കപ്പ് ആയിരിക്കും അവർ സെലക്ട് ചെയ്യുക. അവർക്ക് എന്തായാലും ഈ ഒരു മേക്കപ്പ് വീഡിയോ ഇഷ്ടമാവും തന്നെ ഞാൻ വിചാരിക്കുന്നു. നല്ലപോലെ തട്ടിക്കളയണം കേട്ടോ, കർച്ചീഫ് കൊണ്ടാണെങ്കിലും നമ്മുടെ മേക്കപ്പ് ബ്രഷ് കൊണ്ടാണെങ്കിലും. അതിനുശേഷം നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതൊന്നും മേക്കപ്പിൽ വരുന്നതല്ല, ഇതൊക്കെ നമ്മുടെ ഫേസിലുള്ള ഓരോ ഫീച്ചേഴ്സും എടുത്ത് കാണിക്കാനും അതൊന്ന് കറക്റ്റ് ചെയ്യാനുള്ള ചെറിയ കാര്യങ്ങളാണ്. ഇതുപോലൊരു മേക്കപ്പ് പൗഡർ കിറ്റ് വാങ്ങുക, അല്ലെങ്കിൽ ഒരു 10 രൂപയുടെ നിങ്ങൾക്ക് പിന്നെ ഐബ്രോ ഫില്ല് ചെയ്യുന്ന ബ്രഷും അതുപോലെ പിന്നെ പെൻസിലും ഉള്ളത് കിട്ടും. ആ പെൻസിൽ തന്നെ ബാക്കിൽ കോമ്പ് വരും, അത് നിങ്ങൾ വാങ്ങുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ വാങ്ങണമെന്നൊന്നുമില്ല. ഓക്കെ, അതുപോലെ ഒന്ന് വാങ്ങിയിട്ട് എവിടെയാണോ ഗ്യാപ്പ് ഉള്ളത്, പ്രശ്നങ്ങളുള്ളത് അവിടെ മാത്രം ജസ്റ്റ് ഫില്ല് ചെയ്യുക. ഇന്ന് കണ്ടോ ഞാൻ അങ്ങനെ ഒരുപാടൊന്നും ഫില്ല് ചെയ്ത് കൊടുക്കുന്നില്ല. എവിടെയൊക്കെയാണ് ചെറിയ ഗ്യാപ്പ് ഉള്ളത് നോക്കിയാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഒരു കോമ്പ് കൊണ്ട് നല്ലപോലെ കോമ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സൊക്കെ മുന്നേയുള്ള ഡ്രസ്സാണ് കേട്ടോ. ഇപ്പോൾ ഓരോ ദിവസവും വീഡിയോ എടുക്കുന്നത് കൊണ്ട് മുന്നേ ഉള്ള ഡ്രസ്സൊക്കെ ഇടാൻ ഒരവസരം കിട്ടി എനിക്ക്. അല്ലെങ്കിൽ എവിടെയും പോകാനുമില്ല, വീട്ടിൽ തന്നെയാണ്. അപ്പോൾ പിന്നെ ഇതുപോലുള്ള വീഡിയോ എടുക്കുമ്പോൾ നല്ല രീതിയിൽ ഒരുങ്ങുക, ഓരോ ഡ്രസ്സ് ഇടുക, അത്രയാണ്. പിന്നെ ഈ ഡ്രസ്സൊന്നും എനിക്ക് പുറത്ത് പോകുമ്പോൾ ഇടാൻ വലിയ ഇഷ്ടമല്ല. കാരണം ഒരു പ്രാവശ്യം നമ്മൾ വാങ്ങിച്ച് വെച്ച ഡ്രസ്സ് അതിൻ്റെ സ്റ്റൈലൊക്കെ കുറച്ച് പോകുമ്പോൾ നമുക്ക് ഇടാനൊരു മടി ഉണ്ടാവും. പുതിയ ഫാഷൻ വരുമ്പോൾ അതിടാനായിരിക്കും കൂടുതൽ ഇഷ്ടം. അതുപോലെ തന്നെയാണ് എനിക്കും. അതിന് ശേഷം ഒരു കുഞ്ഞി പൊട്ട് കുത്തുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മറ്റേ എൻ്റെ അച്ഛൻ കേട്ടാലുണ്ടല്ലോ എന്നെ കഴുത്തിറക്കും. അച്ഛന് ഇങ്ങനെ ഒരുപാട് ബ്യൂട്ടി പ്രോഡക്റ്റും ഡ്രസ്സിലൊന്നും പൈസ ചിലവാക്കുന്നത് ഇഷ്ടമേ അല്ല. ഉള്ളത് തന്നെ എങ്ങനെയെങ്കിലും ഇട്ടിട്ട് പോകണം എന്നാണ് അച്ഛൻ പറയാറ്. ദൈവമേ, അച്ഛൻ ഈ വീഡിയോ കാണാതിരിക്കട്ടെ. അതിനുശേഷം ലിപ് ബാം അപ്ലൈ ചെയ്യുന്നുണ്ട്. ലിപ്സ്റ്റിക് ഒന്നും ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് ലിപ് ബാം യൂസ് ചെയ്യാം. ഇതുപോലൊരു ടിൻറ്റഡ് ലിപ് ബാം യൂസ് ചെയ്യാം, നല്ലതാണ്. ലിപ് ബാം അല്ലെങ്കിൽ തന്നെ നമ്മുടെ ചുണ്ട് ഡ്രൈ ആക്കുന്നതിന് നിന്നും മോയ്സ്ചേർഡ് ആവാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ ലിപ് ബാം എന്തായാലും വാങ്ങി യൂസ് ചെയ്യാം. ഇതുകൊണ്ട് പല ഗുണങ്ങളും ഉണ്ട്. ഒന്ന്, നമുക്ക് ഐ ഷാഡോ ആയിട്ട് അപ്ലൈ ചെയ്യാം. ഒരുപാട് വേണ്ട, ഒരു ജസ്റ്റ് ഒന്ന് അവിടെ കണ്ണെടുത്തിട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ലിപ് ബാം കൊണ്ട് നമുക്ക് 3 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാം, പിന്നെ ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യാം, മൂന്നാമത്തത് ബ്ലഷായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു ടിൻറ്റഡ് ലിപ് ബാം നിങ്ങൾ വാങ്ങി വെച്ചോ. ഇതൊന്നും അങ്ങനെ ഒരുപാട് മേക്കപ്പ് ഉണ്ട് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള മേക്കപ്പ് പ്രോഡക്റ്റോ അല്ല കേട്ടോ. എന്തായാലും നിങ്ങളിത് കരുതണം. ഓക്കെ, അതാണ് ഞാൻ നിങ്ങൾ ഫസ്റ്റ് തന്നെ പറഞ്ഞത്. ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞു തരുന്നുണ്ട് എന്ന്. ഇതൊക്കെ വീണ്ടും ഞാൻ പറയാം, ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഉള്ളതാണ്. എന്നെപ്പോലെ ഓൾറെഡി മേക്കപ്പ് ചെയ്യുന്നവർക്കൊന്നും ഇതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇപ്പോൾ എല്ലാവരും മേക്കപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു യൂട്യൂബിൽ വീഡിയോ എടുത്താൽ തന്നെ നമുക്ക് കാണാം എത്ര പേരാണ് മേക്കപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടിപ്പോൾ ഒരുപാട് പേർക്കൊന്നും ഇപ്പോൾ മേക്കപ്പിനെ കുറിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പക്ഷേ ബിഗിനേഴ്സായ ആൾക്കാർ യൂട്യൂബിൽ ഇതുപോലുള്ള വീഡിയോ സെർച്ച് ചെയ്യുമ്പോൾ എൻ്റെ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. എന്തായാലും തുടക്കക്കാർ ഒരുപാടുണ്ടാവുമല്ലോ, എന്നും തുടക്കക്കാരൊക്കെ ഉണ്ടാവുമല്ലോ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്ത് വരുന്നത്. അവർക്കൊക്കെ എന്തായാലും യൂസ്ഫുള്ളാവും. ഞാനും ഫസ്റ്റൊക്കെ തുടക്കക്കാർ തന്നെയായിരുന്നു. പിന്നെയാണ് കണ്ടും കേട്ടും ചെയ്തും ഒക്കെ ഇത് നമുക്ക് സാധാരണ ഒരു സംഭവമായിട്ട് മാറിയത്.
അങ്ങനെ ബ്ലഷും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അടുത്തത് നമുക്ക് കാജൽ അപ്ലൈ ചെയ്യാം. ഞാനൊരു പ്രോഡക്റ്റ് ഇതിൽ പിന്നെ മിസ്സായിട്ടുണ്ട്. മസ്കാര ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. മസ്കാര അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. ഐടെക്സിൻ്റെ ഒക്കെ മസ്കാരയൊക്കെ കിട്ടും. ഈ മസ്കാരയൊക്കെ എന്തായാലും അപ്ലൈ ചെയ്യാം കേട്ടോ. ഐലാഷൊക്കെ ഇല്ലാത്തവരാണെങ്കിൽ മസ്കാര അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളെ കണ്ണിന് ഒരു തെളിച്ചം വരും, വിടർന്നത് പോലെ ഉണ്ടാവും. അപ്പോൾ അതെനിക്ക് മറന്നത് കൊണ്ടാണ്, എന്തോ ലാസ്റ്റ് മറന്നുപോയി ഞാൻ. അപ്പോൾ മസ്കാരയും കൂടി അപ്ലൈ ചെയ്യുക. ഇത് ഐടെക്സിൻ്റെ കാജലാണ്. ഈ കാജൽ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഞാൻ യൂസ് ചെയ്യുന്ന പൗഡർ, ഞാൻ യൂസ് ചെയ്യുന്ന കാജൽ, ഞാൻ യൂസ് ചെയ്യുന്ന ലിപ് ബാം, ഞാൻ യൂസ് ചെയ്യുന്ന ഐഷാഡോ അല്ല ഐബ്രോ, ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് തന്നെ വേണമെന്നില്ല. വേറെ തന്നെ പ്രോഡക്റ്റ്സ് ഉണ്ട്, നല്ല റേറ്റ് കുറഞ്ഞ ക്വാളിറ്റി പ്രോഡക്റ്റ്സ് തന്നെയുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ ലിങ്ക് കമൻറ്റിൽ പിൻ ചെയ്യാം. ഓക്കെ, പിന്നെ അങ്ങനെ കൺമഷി ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഏകദേശം എല്ലാ മേക്കപ്പും കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. എത്ര നല്ല രീതിയിൽ ഒരുങ്ങി, മേക്കപ്പ് ഇട്ടതുപോലെ തന്നെ ഒരുങ്ങിയില്ലേ, അതാണ്. അപ്പോൾ ഒരു 2 പ്രോഡക്റ്റ്സിൽ നമുക്ക് നന്നായിട്ട് ഒരുങ്ങാൻ പറ്റും. ഇനിയും ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം ഞാൻ മൂക്കുത്തിയൊക്കെ ഇട്ടു, എല്ലാം മേക്കപ്പ് കംപ്ലീറ്റായി, കമ്മലൊക്കെ ഇട്ട് മുടിയൊക്കെ കറക്റ്റാക്കി കാണാം. കണ്ടില്ലേ, ഇതാണ് ഫൈനൽ ലുക്ക്. ഡ്രസ്സിങ്ങും കമ്മലും എല്ലാം ആയിട്ടാകുമ്പോൾ, ഹെയർ എല്ലാം ആയിട്ടാകുമ്പോൾ വേറെ തന്നെ ഒരു ലുക്ക് വന്നില്ലേ. അപ്പോൾ മേക്കപ്പ് ഇടാനൊക്കെ ഇഷ്ടമല്ലാത്തവർക്ക് പൗഡർ മാത്രം കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. എന്തായാലും മേക്കപ്പ് ഇട്ടവരെ പോലെ തന്നെ നിങ്ങളും തിളങ്ങി നിൽക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കൂട്ടുകാരെ. ബൈ.